എല്ലാവർക്കും നമസ്തേ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 2-3 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതിലൊന്നാമത്തേത്, നമ്മുടെ ഈ നാട്ടിൽ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ജാതി മതങ്ങൾക്കതീതമായി എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. അത് ഹിന്ദു പാരമ്പര്യം പറയാം. എന്ന് വെച്ചാൽ അതിന് കാരണം നമ്മൾ മഹാബലിയുടെ ആ ഒരു ഐതിഹ്യം ഇതിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു ടച്ച് അതിനുണ്ടെന്ന് പറയും ഓണാഘോഷത്തിന്. എങ്കിൽ കൂടിയും പണ്ട് കാലത്തും മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഏകോദര സഹോദരന്മാരെ പോലെ ആഘോഷിച്ചിരുന്ന ഒരു ആഘോഷമായിരുന്നു ഓണാഘോഷം. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്ന് തന്നെ പറയാം. അത് അടുത്ത കാലത്തായി ഇസ്ലാമിക വിഭാഗങ്ങൾ, അതായത് അതിനകത്തിൽ ഈ മതമൗലികവാദികൾ ആ സമൂഹത്തിൽ ശക്തമായതോടുകൂടി പോപ്പുലർ ഫ്രണ്ട്, NDF, SDPI ഇതുപോലുള്ള സംഘടനകൾ ശക്തമായതോടുകൂടി ഇതിനെ അവർ ഇസ്ലാമിക വിരുദ്ധം എന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. ഈ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട നല്ലൊരു വിഭാഗം ഇതിൽ നിന്നും മാറി നിൽക്കുന്നത് കാണുന്നുണ്ട്. എങ്കിൽ കൂടിയും അത് നമ്മുടെ സ്കൂളുകൾക്ക് അവധി കൊടുത്ത്, നമ്മുടെ ഒരു ദേശീയ ഉത്സവം, കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ആയതുകൊണ്ട് സ്കൂളുകൾക്ക് അവധി കൊടുത്ത് സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അതിനകത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ സ്കൂളുകളിലും ഓണാഘോഷം നടത്താറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലും അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ഇതിനെ തകർക്കുക എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ ഒരു തീരുമാനം വന്നിരിക്കുന്നു. അതായത് ആഘോഷത്തിനായി ഓണ അവധിക്കായിട്ട് സ്കൂളുകൾ അടയ്ക്കുന്നത് ഓഗസ്റ്റ് 21-ന്. അന്നേ ദിവസം സ്കൂളുകളിൽ ഓണാഘോഷം നടത്തിയിട്ട് അവധി തുടങ്ങാനായിരുന്നു സർക്കാർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഇതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഈ സ്കൂളുകളിലെ ഈ ഓണാഘോഷങ്ങൾ തടയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുസ്ലിം ലീഗ് ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഒരു പുതിയൊരു ഉത്തരവിറക്കിയിരിക്കുന്നു. അതായത് 21-ാം തീയതി സ്കൂൾ അടയ്ക്കുന്ന അതേ ഓണാഘോഷത്തിന് തീരുമാനിച്ചിരിക്കുന്ന അതേ ദിവസം തന്നെ 8ാം ക്ലാസ്സിലെ പരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നു. ഇതിനു മുമ്പൊന്നും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണിത്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഒരു സ്കൂളിൽ ഈ 8ാം ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ പരീക്ഷ അടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ആഘോഷങ്ങളൊന്നും ആ സ്കൂളിൽ നടക്കത്തില്ല. അതിന് താഴെയുള്ള ക്ലാസ്സുകാർക്കാണേലും അതിന് മുകളിലുള്ള ക്ലാസ്സുകാർക്കാണെന്നുണ്ടെങ്കിലും ആഘോഷങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടെ 8ാം ക്ലാസ്സിൽ പരീക്ഷ നടക്കുമ്പോൾ മൈക്ക് വെച്ചും ഒക്കെയുള്ള ആഘോഷം നടത്തുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിനെ ആ രീതിയിൽ തടയാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്ന നടപടിയാണ് ഇത് എന്ന് നമ്മൾ കരുതിയാൽ അത് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ബോധപൂർവം അല്ല എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ എന്തുകൊണ്ട് ഈ പരീക്ഷ വെച്ചു? ഒന്നുകിൽ ഈ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നന്ന് ഇവർക്ക് പരീക്ഷ നടത്തരുതോ? അത് ചെയ്യാതെ, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പൊരു ദിവസം നടത്തരുതോ? അത് ചെയ്യാതെ അന്നേ ദിവസം തന്നെ ഈ പരീക്ഷ വെച്ചത് വിദ്യാഭ്യാസ വകുപ്പ് ബോധപൂർവം ചെയ്ത ഒരു നടപടി തന്നെയാണ്. അത് ഭരിക്കുന്ന അവർക്ക് ഈ ഹൈന്ദവമായ പലതിനെയും അവർക്ക് അസഹിഷ്ണുതയുള്ളവരാണെന്ന് നമ്മൾക്കറിയാം. നിലവിളക്ക് കൊളുത്തുന്നത് അത് നമ്മളെ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നതിൻ്റെ പ്രതീകമാണ് ദീപം തെളിക്കുക എന്നുള്ളത്. അത് അല്ലെങ്കിൽ നമ്മൾ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിൻ്റെ പ്രതീകമാണ്. അത് ഹിന്ദു സംസ്കാരം ആ രീതിയിലാണ് ഇതിനെ കാണുന്നത്. ആ ഒരു നിലവിളക്ക് കൊളുത്താൻ, അത് ഹിന്ദു സംസ്കാരത്തിൽ അങ്ങനെ പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നിലവിളക്ക് കൊളുത്താൻ തയ്യാറാകാത്തവരാണ് ഈ മുസ്ലിം ലീഗ് നേതാക്കൾ. അതായത് ഒരു പൊതുചടങ്ങാണെങ്കിൽ കൂടി, നമ്മുടെ നാട്ടിലെ ഏതൊരു ചടങ്ങിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് നിലവിളക്ക് കൊളുത്തിക്കൊണ്ടാണ് ഒരു മഹാഭൂരിപക്ഷം ചടങ്ങുകൾ നടക്കുന്നത്. അതിന് പോലും തയ്യാറാകാത്ത ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ ഒക്കത്തില്ല, മതപാർട്ടി മുസ്ലിം ലീഗ് ഭരിക്കുന്നിടത്തോളം കാലം ഇത് സംഭവിച്ചത് ബോധപൂർവം തന്നെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അതായത് ഹൈന്ദവ സംസ്കാരവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധപ്പെട്ട ഒരു ആചാരത്തിനെ ഇവർ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കുന്നത്.
സ്കൂളുകളിൽ നിന്ന് ഓണാഘോഷം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഇവരുടെ ആഘോഷം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഈ 2 ദിവസമൊക്കെയാണ് അവധി കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അവർ 3 ദിവസം കൊടുക്കാൻ തയ്യാറാകും. അങ്ങനെയുള്ളവരാണ് ഈ ഒരു ആഘോഷത്തെ, കേരളീയർ മൊത്തത്തിൽ ആഘോഷിക്കുന്ന ഈ ഒരു ആഘോഷത്തെ ഇതേപോലെ സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നതിനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അത് തികച്ചും അപലപനീയമാണ്. ഈ സർക്കാരിന് മുസ്ലിം സമുദായം മാത്രമല്ല വോട്ട് കൊടുത്തിട്ടുള്ളത്, ഹിന്ദു സമൂഹവും, ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സമുദായമാണ് ഹിന്ദു സമൂഹം. അവരുടെ കൂടി വോട്ട് മേടിച്ചിട്ടാണ് വി.ഡി. സതീശൻ സർക്കാർ ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗ് ഈ ഭരണത്തിലേറിയത് എന്നുള്ള ചിന്ത ഇവർക്കില്ലാത്തതാണ് ഏറ്റവും കഷ്ടം. പിന്നെ വി.ഡി. സതീശൻ്റെ കാര്യം നമുക്ക് പറയാമല്ലോ. അദ്ദേഹം എന്തായാലും ഹിന്ദു സമൂഹത്തിൻ്റെ പക്ഷം പിടിക്കുകയില്ല, മുസ്ലിം സമൂഹത്തിൻ്റെ പക്ഷമേ പിടിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ആ രീതിയിലാണെന്ന് നമ്മൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ അടുത്ത വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒന്നല്ല, 2 ഉണ്ട്. അതിനകത്തിൽ രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മന്ത്രി മുരളീധരൻ്റെ ഒരു പ്രസ്താവന. അതായത് നമ്മൾ ദേശീയ ഗീതം പൂർണ്ണമായി ആലപിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം എല്ലാവർക്കും കൊടുത്തിരുന്നു. ഈ നമ്മൾ ത്രിവർണ്ണ പതാക വീടുകളിൽ ഉയർത്തി ഉള്ള ഒരു ആഘോഷമുണ്ടല്ലോ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന്. അത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. അതായത് ജനങ്ങളിലെല്ലാം ദേശീയബോധം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ. ഇതിനുമുമ്പ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. കാരണം ജനങ്ങളിൽ ദേശീയത വളർന്നാൽ കോൺഗ്രസ്സിന് ഈ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്നറിയാവുന്നത് കൊണ്ട് അവരതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിലേറിയതോടെ ദേശീയതയ്ക്കാണ്, ജനങ്ങൾ ദേശീയ ബോധം വളർത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ദേശീയ പതാക വീടുകളിൽ ഉയർത്താൻ അനുവദിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ചട്ടങ്ങളിൽ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാവർക്കും ദേശീയ പതാക ഉയർത്താനുള്ള, വീടുകളിലും ഉൾപ്പെടെ ഉയർത്താനുള്ള അനുമതി സർക്കാർ കൊടുക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് വീടുകളിൽ ദേശീയ പതാക ഉയർത്താനും ഒക്കെ നമ്മൾക്ക് അനുവാദം ലഭിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ രാഷ്ട്രത്തെ പ്രകീർത്തിക്കുന്ന ദേശീയ ഗീതം നമ്മുടെ സ്വാതന്ത്ര്യ സമര സമയത്ത് സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് ആവേശം ഉണർത്തിയ ആ ദേശീയ ഗീതം വന്ദേമാതരത്തെ ജനങ്ങളിൽ പൂർണ്ണമായിട്ടും ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരു നടപടി എടുത്തിരുന്നു. പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്നു. ഇത് പൂർണ്ണമായി ആലപിക്കണം എന്നുള്ളത് നിർബന്ധമാക്കുന്ന നിയമം. അതനുസരിച്ച് വീടുകളിൽ ഈ പൂർണ്ണമായി ദേശീയഗാനം ആലപിക്കുന്ന കാര്യം സർക്കാർ പറഞ്ഞിരുന്നു. വീടുകളിൽ തന്നെയല്ല, സ്കൂളുകളിലും പൊതു ഇടങ്ങളിലല്ല. പക്ഷേ നമ്മുടെ ഒരു മന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് കെ മുരളീധരൻ. അദ്ദേഹത്തിന് ഒരു ഓമന പേരുണ്ട്, അത് ഞാനങ്ങ് മറന്നുപോയി. നേരത്തെ അദ്ദേഹം മന്ത്രിയൊക്കെ ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് അങ്ങ് മറന്നുപോയി. എന്താന്ന് ഓർമ്മ വരുമ്പോൾ ഞാനതിന് ഇത് പറയാം. ആ മന്ത്രി പുങ്കവൻ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലില്ല, ഈ ദേശീയ ഗീതം പൂർണ്ണമായി ചൊല്ലുന്ന കീഴ്വഴക്കം കേരളത്തിലില്ല എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, കേരളത്തിലെ ജനങ്ങളിൽ ദേശീയബോധം വളർത്തുന്ന ഒരു കീഴ്വഴക്കമില്ല. ജനങ്ങളിൽ ദേശീയബോധം വളരണം എന്നുള്ള ആഗ്രഹവും ഈ കോൺഗ്രസ്സുകാർക്കില്ല എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. കാരണം ദേശീയബോധം ജനങ്ങളിൽ വളർന്നാൽ കോൺഗ്രസ് ഒന്നും അല്ലാതായി പോകുന്നുള്ള കാര്യം കെ മുരളീധരൻ അറിയാം. അദ്ദേഹത്തിന് ദേശീയബോധം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയില്ലായിരുന്നു. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ദേശത്തെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ് കോൺഗ്രസ്സുകാരുടെ ഇത്തരം ചിന്താഗതികളും അവരുടെ ആ ഒരു എന്താണ് പറയുന്നതിന്, ഈ പ്രീണനം, വേറൊരു വിഭാഗത്തിനെ പ്രീണിപ്പിക്കാനുള്ള ആ ഒരു വെമ്പൽ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഭവം മുഖ്യമന്ത്രി വി.ഡി. സതീശനിൽ നിന്നുണ്ടായതാണ്. ഈ 10 ദിവസത്തോളം ഉണ്ടായി, 10 ദിവസം കഴിഞ്ഞെന്ന് തോന്നുന്നു, മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം, സ്വന്തം കുടുംബം പുലർത്തുന്നതിനായി മത്സ്യബന്ധനം നടത്തുന്നതിലേക്ക് ബോട്ടിൽ പോയവർ കടലിൽ ബോട്ട് മുങ്ങി തകർന്ന് അവർ കടലിൽ അകപ്പെട്ടു.
അതിനകത്തിൽ ഒരു കുടുംബത്തിലെ ഒരു നിരാലംബയായ ഒരു യുവതി, നമ്മൾ ടി വിയിലെല്ലാം കണ്ടതാണ്, അധികൃതരുടെ അടുത്ത് സ്വന്തം മകൻ്റെ കണ്ടെത്തുന്നതിനായി കേഴുന്നത്. ആ യുവതിയുടെ ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും മൃതദേഹം കിട്ടി. പക്ഷേ അവരുടെ മകൻ 26 വയസ്സെങ്ങാണ്ടേയുള്ളെന്ന് തോന്നുന്നു, 24-26 വയസ്സുള്ള മകൻ്റെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആ സ്ത്രീ, ആ യുവതി, ആ അമ്മ, ആ ദുഃഖിതയായ അമ്മ ഈ തീരദേശ സ്റ്റേഷനിലോ മറ്റോ ബന്ധപ്പെട്ടടുത്ത് ചെന്ന് അവരുടെ മകനെ കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും ദിവസമായിട്ട് 8 ദിവസം കഴിഞ്ഞപ്പോൾ, 2-3 ദിവസം മുമ്പ് നമ്മൾ ഈ ടി വി കണ്ടതാണ്, 8 ദിവസം കഴിഞ്ഞിട്ടും മകനെ കണ്ടെത്താതിരുന്നതിനെ കുറിച്ച് അവിടെ സംസാരിക്കാൻ ചെന്നപ്പോൾ അവിടെ ഇരുന്ന് ഉദ്യോഗസ്ഥ പറഞ്ഞത്, ഇത് നിങ്ങൾ പരാതിപ്പെടാഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തിരയാഞ്ഞതെന്ന്. എത്ര ക്രൂരമായ ഒരു മറുപടിയാണ് ആ ഉദ്യോഗസ്ഥ നൽകിയത്. ആ യുവതി അവിടെ, ആ നിരാലംബയായ ദുഃഖിതയായ അമ്മ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ട അവസ്ഥയുണ്ടാക്കി. അതേക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ പുതിയൊരു ന്യായീകരണമായിട്ട് വന്നത്. എത്ര മനസാക്ഷിയില്ലാത്ത ആളാണ് ഈ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറഞ്ഞ എന്താണ്, കഴിഞ്ഞ സർക്കാർ ഇത് ഒരു ആദ്യമായിട്ടുണ്ടായ സംഭവമല്ലെന്ന്, ഇതുപോലെ ആളുകളെ അപകടത്തിൽപ്പെടുന്ന കടലിൽ പോകുന്നവരെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 148 പേരെ കാണാതായെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത്. ആ ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കാൻ വേണ്ടി ആ അമ്മയോട് ആ രീതിയിൽ പറഞ്ഞ് ആ ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുന്ന ആ മകനെ കാണാതായ മകനെ കണ്ടെത്തണം എന്നുള്ള ആവശ്യത്തിനെ വെറും തൃണവൽഗണിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 148 പേരെ കാണാതായെന്ന്. ശരിയായിരിക്കാം, ഇത് കടലിൽ അത്യാഹിതം ഉണ്ടാകുന്നത് ആദ്യ സംഭവമൊന്നുമല്ല. പക്ഷേ അത്യാഹിതമുണ്ടായാൽ അവരെ കണ്ടെത്താൻ വേണ്ടി നടപടികൾ എടുക്കേണ്ട ആരാണ്? സർക്കാരാണ്. അതിനു പകരം ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറയുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് 148 പേരെ കാണാതായെന്ന്. കഴിഞ്ഞ സർക്കാരിൻ്റെ പല തെമ്മാടിത്തരങ്ങളും കാണിച്ചത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സഹാക്കന്മാരെ പിടിച്ച് വീട്ടിൽ എഴുതി PSC പരീക്ഷ എഴുതിച്ച് ജോലി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ PSC റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ അവർക്ക് ജോലി കൊടുക്കാതെ സഹാക്കന്മാരെ പിൻവാതിൽ കൂടെ നിയമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നിരവധി തെമ്മാടിത്തരം, ജനവിരുദ്ധ നടപടികൾ കഴിഞ്ഞ സർക്കാർ കാണിച്ച് നമ്മൾ കണ്ട. അതിൽ മനംതൊന്നാണല്ലോ, അതിനകത്ത് സഹികെട്ടാണല്ലോ അവരെ ഇറക്കി വിട്ടിട്ട് VD സതീശനെ നേതൃത്വത്തിലുള്ള പാർട്ടിയെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ അവർ കാണിച്ച തെറ്റ് തിരുത്താനാണ്, അല്ലാതെ അത് ആവർത്തിക്കാനല്ല. അന്ന് അങ്ങനെ നടന്നതുകൊണ്ട് ഇന്നും അങ്ങനെ തന്നെ നടക്കും എന്നുള്ള ധ്വനിയിൽ ാണ് അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെ പ്രവർത്തിക്കാനല്ല കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി മനസ്സിലാക്കുകയാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഈ ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയാക്കി ജനങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ, അവരെ വെറും പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമോ വാക്കുകളോ അല്ല വേണ്ടത്. പ്രവർത്തനം അതാണെങ്കിൽ പോലും വാക്കിൽ കൂടി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മൾ നേരത്തെ കണ്ട് അദ്ദേഹത്തിന് അതൊരു മടിയുമില്ലാത്ത ഈ കാര്യമാണെന്നറിയാം. ഒരു പുന്നമടക്കായലിലെ ഒരു വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ MLA ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം MLAയോട് പറഞ്ഞ എന്താ, അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന്. എന്നിട്ട് ഇരുന്ന ഉടനെ എന്തോ മൈക്ക് ഓഫ് ചെയ്തില്ല, ഓണായിരിക്കുകയാണ് എന്നുള്ള കാര്യം ഓർക്കാതെ അദ്ദേഹം പറയുന്നത് അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമാണ്, അങ്ങനെ ഒരു കാര്യമേ ചെയ്യത്തില്ലെന്ന്. അതാണ് VD സതീശൻ്റെ യഥാർത്ഥ സ്വഭാവം എന്നുള്ളത് ഈ 1-2 കാര്യങ്ങളിൽ നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതൊരിക്കലും ശരിയല്ല. ഈ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരം വാക്കുകളും പ്രവൃത്തിയും ഒരിക്കലും ശരിയല്ല. അവരെ സേവിക്കാൻ നിങ്ങളെ രാജാവൊന്നും അല്ലെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു MLA ആയാലും MP ആയാലും മന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും നിങ്ങൾ രാജാവല്ല. നിങ്ങൾ ആരാണ്? ജനസേവകരാണ്.
ഈ എന്നെ പോലുള്ള വോട്ടർമാരാണ് രാജാക്കന്മാർ, ഞങ്ങളുടെയൊക്കെ സേവകരാണ് നിങ്ങളൊക്കെ, അല്ല ഞങ്ങളുടെയൊക്കെ രാജാവല്ല നിങ്ങളെന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം. അങ്ങനെയുള്ളപ്പോൾ ഈ നിങ്ങൾ ജനങ്ങളെ സേവിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതിന് പകരം ഞാൻ രാജാവാണ്, ഞാൻ എന്ത് തോന്നിയവാസവും ഞാൻ എന്ത് തെമ്മാടിത്തരവും പ്രവർത്തിക്കും പറയും എന്നുള്ള ഒരു ചിന്ത, ആ ഒരു അഹങ്കാര മനോഭാവം അത് ഏത് നേതാവായാലും മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ആരാണെന്നുണ്ടെങ്കിലും അത് വെടിയണം. അതൊരിക്കലും ശരിയല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ജനങ്ങളുടെ അടുത്ത്, ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളെ ഓരോ സ്ഥാനങ്ങളിൽ ഇരുത്തുന്നത്. അതനുസരിച്ച് ജനങ്ങളെ സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നിങ്ങളിൽ നിന്നുണ്ടാകരുത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി തന്നെ വേണം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ജനങ്ങൾ പൊട്ടന്മാരാണ്, അവനെയൊക്കെ ഏത് രീതിയിലും ഞങ്ങൾ ചവിട്ടി മതിച്ചാലും ഇവനൊക്കെ അത് സഹിച്ചുകൊണ്ട് കിടന്നോളും എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും നിങ്ങൾക്കാർക്കും ഉണ്ടാകരുത് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിലെ വീഡിയോകൾ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ഒപ്പം തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുകയും ചെയ്യുക.